ഇനി മദർ തെരേസ കുടുംബയൂണിറ്റിൻ്റെ സത്യപ്രതിജ്ഞ ലഗ്നത്തിലേക്കാണ്. എൻ്റെ വീടിൻ്റെ ഇടകാതിർത്തി വരുന്നത് മദർ തെരേസ കുടുംബയൂണിറ്റിലാണ്. ഞാൻ ഈ ചെയ്യുന്ന അന്വേഷണ കമ്മീഷൻ വിശദീകരണ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമായതുകൊണ്ടാണ്, നല്ല ബന്ധമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിക്കേണ്ടി വരുന്നത്. 2024 ഫെബ്രുവരി 21 മുതൽ മാർച്ച് 3 വരെ നമ്മുടെ മദർ തെരേസ കുടുംബയൂണിറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്, അതുപോലെ വാട്സപ്പിന് പുറത്ത് നടന്ന കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ മദർ തെരേസ കുടുംബയൂണിറ്റിൻ്റെ സെക്രട്ടറിയും ഇടവകയുടെ വൈസ് ചെയർപേഴ്സണുമായ സിനി ചേച്ചിയുടെ ഭർത്താവ് പ്രിയപ്പെട്ട ജിജു മണ്ണകത്ത് ചേട്ടന് വയ്യാതിരിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ട സിനി ചേച്ചിക്കും എന്തൊക്കെയോ വയ്യായി കൊണ്ടെന്ന് ഞാൻ പലരും പറഞ്ഞറിഞ്ഞിരുന്നു. എന്തായാലും അവർ രണ്ടുപേരും അസുഖങ്ങളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഇക്കാരണത്താൽ അത്ര ഉചിതമല്ലാത്ത അവസരത്തിലും ഈ വിഷയം അവതരിപ്പിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമവും ഖേദമൊക്കെ ഉണ്ട്. ഞാൻ ഒരു വർഷമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് ചെയ്യേണ്ട ഇതായിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ടി വരുന്നതിൽ എല്ലാവരുടെ ആദ്യമേ ഞാൻ ക്ഷമയോദിക്കുകയാണ്. എന്തായാലും പ്രിയപ്പെട്ട ജിജു മണ്ണകത്തേട്ടൻ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മെയ് 2025 വയ്യാതായിട്ട് അഡ്മിറ്റ് ആയപ്പോൾ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ പെങ്ങളെ ഈ സിനി ചേച്ചി ഫോണിൽ വിളിച്ചിരുന്നുണ്ട്, ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ പെങ്ങൾ ഡ്യൂട്ടിയിലായതുകൊണ്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പെങ്ങൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സിനി ജിജു മണ്ണകത്ത് ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്ന, എന്താണ് തിരിച്ച് വിളിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ച് വിളിക്കുക ചേച്ചി, കാരണം സിനി ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വിളിക്കുന്നതാവും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ചേച്ചിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തു കൊടുക്കാനാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്. ഫോൺ തിരിച്ച് വിളിക്കുക, എന്താ ചെയ്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്തായാലും ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് സിനി ചേച്ചിയെ വിളിച്ചു. അപ്പോൾ അല്ല, ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ലേ ചേച്ചി, ടയർഡായിരുന്നു. കൂടാതെ പറവൂർ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്ക് വരണം, പിള്ളേർ എൻ്റെ വീട്ടിലായിരുന്നു വെക്കേഷനായിട്ട്, ഞങ്ങളുടെ വീട്ടിലായിരുന്നു. എന്തായാലും എൻ്റെ പെങ്ങൾ സിനി ചേച്ചിയെ തിരിച്ച് വിളിച്ചു. അപ്പോൾ സിനി ചേച്ചിക്ക് താഴോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, മുകളിൽ അഡ്മിറ്റാണ്, കാലിന് വയ്യാതിരിക്കുകയാണെന്ന് പറഞ്ഞു. ചേച്ചിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, എൻ്റെ പെങ്ങളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. എൻ്റെ പെങ്ങൾ അവിടെ അഡ്മിറ്റ് ആയവിടുത്തെ വന്നു. അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ കുറ്റങ്ങളും കുറവുകളും പറയാനും എനിക്കെതിരെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ കൂടി എന്തോ സൈബർ കേസ് കൊടുക്കും, അതേപോലെ അങ്ങനെ എനിക്ക് ഈ ഇടവകയിലെ കുറേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശാപമുണ്ട്. അങ്ങനെ പിന്നെ അതേപോലെ ലിജോ പാപ്പച്ചനെന്ന എൻ്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി സിനി ചേച്ചി എൻ്റെ പെങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്തായാലും എനിക്ക് സിനി ചേച്ചിയോട് പറയാനുള്ളത്, പീറ്റർ കോയിക്കയുടെ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായ വളരെ മോശം അനുഭവങ്ങൾ, അതേപോലെ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ടപ്പോൾ, അതേപോലെ നുണക്കഥ പ്രചരണങ്ങൾ ഒറ്റപ്പെട്ട് പലതും സഹിക്കാൻ വയ്യാതെ അപമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്യാനൊക്കെ എനിക്കും ഈ പറഞ്ഞ തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് അത്രയും മോശം അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അപ്പോൾ ഞാനതൊക്കെ എങ്ങനെയൊക്കെയോ അതിജീവിച്ചത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്യല്ലേ. അപ്പോൾ ആത്മഹത്യയൊന്നും ഒന്നിനും പരിഹാരമല്ല പ്രിയപ്പെട്ട സിനി ചേച്ചി. നമുക്ക് ദൈവം തന്ന ജീവിതം നമ്മൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് അധികാരമില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. ചേച്ചി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരിക, അതിജീവിക്കുക. എന്തായാലും ഈ സമയവും കടന്നുപോകും. വഴി സത്യവും ജീവനും മാർഗവുമായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലമാര് പ്രിയപ്പെട്ട സിനി ചേച്ചി. പിന്നെ ആശയപരമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ആശയപരമായിട്ട് എടുക്കുക, വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക. കാരണം എനിക്ക് പീറ്റർ ഒരു കാലഘട്ടത്തിലടക്കം പ്രിയപ്പെട്ട സിനി ചേച്ചി എന്നോട് വിഷമമുള്ള കുറേ കാര്യങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളായിട്ടും. ഇപ്പോൾ മിനിറ്റ്സിൽ എഴുതി വയ്ക്കലും, അതേപോലെ ഞങ്ങളുടെ യൂണിറ്റിൽ എഴുതി അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടലും, അതേപോലെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ സ്ക്രീൻഷോട്ട് ഇതെല്ലാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറയാം. അപ്പം എന്നാലും എനിക്ക് ചേച്ചിനോട് ആശയപരമായ ഇത് മാത്രമേ ഉള്ളൂ, വിയോജിപ്പുള്ളൂ. വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം എനിക്കില്ല, വെറുപ്പില്ല. അതേപോലെ ഈ ഇടവകയിൽ ആരോടും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കില്ല, ആശയപരമായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഫെബ്രുവരി 21 ആ മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ എഴുതിയ മെസ്സേജ് ഞങ്ങളുടെ മദർ തെരേസ കുടുംബയൂണിറ്റിൽ, സ്നേഹമുള്ള മദർ തെരേസ കുടുംബയൂണിറ്റ് ഭാരവാഹികളെ, കുടുംബയൂണിറ്റ് അംഗങ്ങളെ, നമ്മുടെ കുടുംബയൂണിറ്റ് അംഗത്തിനെ അഥവാ ഒരു കുടുംബത്തിനെ കഴിഞ്ഞ ഡിസംബർ 14 ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടായി. അതൊരു ശരിയായ കാര്യമായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 20 മാർപ്പാപ്പയുടെ പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന് അന്ത്യശാസനം നൽകിയിരുന്നു. ഓഗസ്റ്റ് 18 ജോയി കൈതാരൻ എന്ന കുടുംബയൂണിറ്റ് അംഗം ഏകീകൃത കുർബാനയെ പറ്റി സംസാരിക്കുന്ന ഒരു വൈദികന്റെ യൂട്യൂബ് ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയുണ്ടായി. നമ്മളുടെ മദർ തെരേസ കുടുംബയൂണിറ്റിന്റെ സ്ട്രോങ് ആൻഡ് സ്വീറ്റ് ലീഡറായ സിനി ജി ചേച്ചി അത് കുറച്ച് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തു. പിന്നെ ജോയിച്ചയുടെ യൂട്യൂബ് ലിങ്ക് ഇടും, സിനി ജി ചേച്ചി ഡിലീറ്റ് ചെയ്യും, ഇടും ഡിലീറ്റ് ചെയ്യും എന്ന സാറ്റും പാത്തും കളിയായിരുന്നു. നമ്മളുടെ യൂണിറ്റ് ഗ്രൂപ്പിൽ കുർബാന വിഷയ പോസ്റ്റുകൾ അതുവരെ ആരും ഷെയർ ചെയ്യാതിരുന്നത് കൊണ്ട് ജോയിച്ചേട്ടൻ്റെ മെസ്സേജ് സിനി ചേച്ചി ഡിലീറ്റ് ചെയ്തത് കുഴപ്പമില്ല, നല്ല കാര്യം എന്നതായിരുന്നു എനിക്ക് മനസ്സിൽ തോന്നിയത്. ഞാൻ ഈ തല്ലുപിടിക്കുന്ന 2 വിഭാഗം ആളുകളെയും ട്രോളി ഒരു വീഡിയോ ഈ ഗ്രൂപ്പിൽ തമാശയ്ക്ക്
ജോയി ചേട്ടൻ്റെയും സിനി ചേച്ചിയുടെയും സാറ്റും പാത്തും കളിയും ഓഗസ്റ്റ് 20 പള്ളികളിലെ കാര്യവും സർക്കാസം പോലെ ഒരു വീഡിയോ ഈ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഗോഡ് ഫാദർ എന്ന മലയാള സിനിമയിൽ മുകേഷിനോട് കെട്ടട താലി എന്ന് തകൽ കൊട്ടുകാരോട് ആക്രോശിക്കുന്ന KPC ചേച്ചിയുടെ തലയ്ക്ക് മുകളിൽ ജനാഭിമുഖ ചേച്ചി എന്നും ഞാനാണ് പറയുന്നതെന്ന് പറഞ്ഞ് നിർത്തണമെന്ന് പറയുന്ന തകൽക്കാരോട് ഫിലോമിന ചേച്ചി പറയുന്നതിന് മുകളിൽ ആൾത്താരാഭിമുഖ ചേച്ചി എന്നും എഴുതി. താലി പിടിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന മുകേഷിന് മുകളിൽ ഇടവക വികാരി എന്ന് എഴുതി. ഓഗസ്റ്റ് 20 രാവിലെ എറണാകുളം അങ്കമാലി പള്ളികളിലെ അതിരൂപത പള്ളിയിൽ അൾത്താര നടക്കാൻ പോകുന്നതെന്ന് അതിൻ്റെ അടിയിൽ എഴുതി. അപ്പോൾ നമ്മൾ വിശ്വാസികളെ ഇങ്ങനെ മറ്റു മതസ്ഥരുടെ മുമ്പിൽ അവഹേളിക്കുന്ന രണ്ട് വിഭാഗക്കാരെയും ട്രോൾ ചെയ്യുക തികച്ചും സർക്കാസമായ വീഡിയോ. ഞാനത് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഉടനെ സിനി ചേച്ചി ഡിലീറ്റ് ചെയ്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ലിജോ ഞാൻ ഡിലീറ്റ് ചെയ്തു, ആ വീഡിയോ ഗ്രൂപ്പിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ഫൈൻ, ദാറ്റ്സ് നോ പ്രോബ്ലം, ദാറ്റ്സ് ഫൈൻ എന്നും പറഞ്ഞു. പിന്നീട് നവംബർ 23 ജോയി കൈതരഞ്ചേട്ടൻ ജിമ്മൊക്കെ കാട്ടി ഷർട്ട് ഇടാതെ ഒരു ഗ്രൂപ്പിലൊരു ഫോട്ടോ ഇടുകയുണ്ടായി. അത് ജോയി ചേട്ടൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തു. അതിൻ്റെ ബാലകൃഷ്ണനോട് ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നമ്മളുടെ വൈസ് ചെയർമാനുടെ ഡേവിസ് പിള്ളാടിച്ചേട്ടൻ പേരക്കുട്ടികളായിരിക്കുന്ന ഫോട്ടോ അബദ്ധത്തിൽ ഷെയർ ചെയ്തിരുന്നു, പിന്നീട് ഡിലീറ്റ് ചെയ്തിരുന്നു. അതുപോലെ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ നമ്മുടെ ഒരു പള്ളി ഗ്രൂപ്പിൽ അബദ്ധത്തിൽ കാലുകൾ ആട്ടിയിരിക്കുന്ന വീഡിയോ അബദ്ധത്തിൽ ഷെയർ ചെയ്തിരുന്നു. ആൻറ്റിയെ വിളിച്ച് പറഞ്ഞിട്ട് ഡിലീറ്റ് ഫോർ മീ അടിക്കില്ല, ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഒന്നും തൽക്കാലം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വരാപ്പുഴ നിന്ന് പറവൂർ വരെ ടെൻഷൻ അടിച്ച് ബൈക്ക് ഓടിച്ച് പറവൂർ എത്തി ആൻറ്റിയുടെ ഫോൺ മേടിച്ച് ഡിലീറ്റ് ഫോർ എവരി വൺ ഞാൻ അടിച്ചു. എന്നാലും കുറച്ചുപേര് കണ്ടിരുന്നു. ഡിലീറ്റ് ഫോർ എവരി വൺ ഇല്ലാത്ത കാലത്ത് ഒരുപാട് പെൺകുട്ടികളുള്ള കൂടിയുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയാതെ ഒരുത്തൻ ഫോൺ വീഡിയോ ഷെയർ ചെയ്തിട്ട് ആകെ സീനായതും ഞാൻ ഓർക്കുന്നു. എന്തായാലും അബദ്ധം പ്രായഭേദമന്യേ നമുക്ക് എല്ലാവർക്കും പറ്റിക്കാണും, ഇനിയും പറ്റാം. കഴിഞ്ഞ ഡിസംബർ 10 അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന സപ്പോർട്ടുകാരുടെ ശതാബ്ദി ആഘോഷം എന്തോ നടന്നിരുന്നു. നമ്മുടെ പള്ളിയിൽ നിന്നും പലരും അവിടെ പോയിരുന്നു. ഈ കുടുംബയൂണിറ്റിൽ ഉള്ളവരും അതിലുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, തീരുമാനം. പക്ഷേ അവിടെ പോയ ഫോട്ടോസ് ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കണ്ടു. അപ്പോൾ കഥ മാറിയില്ലേ? ഡിസംബർ 14 ജോയി ചേട്ടൻ വീണ്ടും ഒരു യൂട്യൂബ് ലിങ്ക് ഇട്ടു. ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന ചൊല്ലണം എന്നൊക്കെ പറയുന്ന മാർപ്പാപ്പയുടെ വീഡിയോ സംബന്ധിച്ച യൂട്യൂബ് ലിങ്കായിരുന്നു അത്. നമുക്കേറെ പ്രിയപ്പെട്ട സിനി ചേച്ചി ജോയി കൈതാരൻ എന്ന ചേട്ടനെ ഈ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തു. കുടുംബയൂണിറ്റിലെ ഒരു കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രസ്തുത അംഗത്തിന് റിമൂവ് ചെയ്തത് ശരിയായോ? പ്രസ്തുത മെസ്സേജ് ഡിലീറ്റ് ചെയ്യാമായിരുന്നു. റിമൂവ് ചെയ്തു, ഓക്കെ. ആ കുടുംബത്തിലെ വേറെ അംഗത്തിന്റെ നമ്പർ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അത് ശരിയായ ഒരു നടപടിയായിരുന്നു. നമ്മളുടെ കൂട്ടത്തിലെ ഒരു കുടുംബത്തിനെ മാറ്റി നിർത്തുന്നതിന് തുല്യമല്ല അതൊക്കെ. കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും പരസ്പരം ഉണ്ടല്ലോ, ആരും ക്ലിയർ അല്ല. പിന്നെ നമ്മളിൽ ചിലർക്ക് ഏകീകൃത കുർബാനയായിരിക്കും താല്പര്യം, ചിലർക്ക് ജനാധിപത്യ കുർബാനയായിരിക്കും താല്പര്യം. രണ്ടു തരം ആളുകളെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് പറയാനാണ്? വൈദികരും തമ്മിലുള്ള തർക്കം വിശ്വാസികളും തമ്മിൽ തർക്കത്തിലേക്ക് വഴിവെച്ചു. തീരെ മോശം അവസ്ഥയിൽ എന്ന് പറയാൻ മോശം എന്ന വാക്കിന് ചമ്മൽ പോലും വരുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുമാവട്ടെ, നമ്മുടെ ഇടവക്കാരായ കുടുംബയൂണിറ്റിലെ അംഗങ്ങൾ ഇതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മളൊക്കെ പരസ്പരം കാണേണ്ടവർ, പരസ്പരം സ്നേഹിക്കേണ്ടവർ, പറ്റിയാൽ പരസ്പരം താങ്ങാകേണ്ടവർ. അച്ഛനും കന്യാസ്ത്രീയുമൊക്കെ വരും പോകും, നമ്മൾ പരസ്പരം വരാതെയും പോകാതിരിക്കട്ടെ. അതിനകത്ത് ഞാനിങ്ങനെ ഈ മോളി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിട്ടിരുന്ന ഈ ഫോട്ടോസും ജനാഭിമുഖ ശതാബ്ദി സപ്പോർട്ടുകാരുടെ ഫോട്ടോസിൻ്റെ സ്ക്രീൻഷോട്ടും അതേപോലെ ജോയി കൈതരഞ്ചേട്ടന് റിമൂവ് ചെയ്ത സിനി ചേച്ചി റിമൂവ് ചെയ്ത സ്ക്രീൻഷോട്ടുമാണ് ഞാനകത്ത് അതിനിടയിൽ വെച്ചിരുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് അന്ന് ആരും ഒന്നും ഞാൻ ഇടുന്ന ഒരു 8:40 PM ഒക്കെ ആയപ്പോഴാണ് വൈകുന്നേരം ഫെബ്രുവരി 21. അത് കഴിഞ്ഞ് ആരും ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ 9:05 AM ആയപ്പോൾ സിനി ചേച്ചി മെസ്സേജ് ഇട്ടേക്കുന്നു. പ്രിയ കുടുംബയൂണിറ്റ് അംഗങ്ങളെ, ഇന്നലെ നമ്മുടെ യൂണിറ്റിൽ വന്ന ലിജോ പാപ്പച്ചനിട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആരും ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും പറയാമെന്ന ഭാവത്തിൽ ശ്രീ ലിജോ പാപ്പച്ചൻ മെനഞ്ഞെടുത്ത കഥ നിങ്ങൾ വായിച്ചുവല്ലോ. വാക്ക് തോക്കിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ്. ആരെയും ഇല്ലാതാക്കുവാനും വളർത്തുവാനും അതിന് കഴിയും. ശ്രീ ജോയി കേദാരൻ തുടർച്ചയായി ഇട്ട പോസ്റ്റുകൾക്ക് മറുപടിയായി ഇത്തരം വിഭാഗീയത ഉളവാക്കുന്ന മെസ്സേജുകൾ ഇടരുതെന്ന് ഗ്രൂപ്പിൽ തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ വീണ്ടും തുടരെ ഈ മെസ്സേജുകൾ വന്നപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് പ്രസിഡന്റ് ശ്രീ ബാബു കാച്ചപ്പള്ളി അദ്ദേഹത്തോട് നേരിട്ട് ഈ കാര്യം ആവശ്യപ്പെട്ടു. വീണ്ടും മെസ്സേജുകൾ വന്നപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം അനുസരിച്ച് ആണ് ഇദ്ദേഹത്തെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്. അതിനുള്ള തെളിവ് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വാക്കുകൾ കൊണ്ട് എന്തും പടച്ചുവിടാം, ആരെയും ഉപദ്രവിക്കാം. തോക്ക് കയ്യിലില്ലാത്തതിനാൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ എന്തും വിളിച്ചു പറയുന്ന ലിജോ പാപ്പച്ചൻ എന്ന വ്യക്തിയോട് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷേ ഇത്രയും നാൾ കുടുംബ യൂണിറ്റിലെ ഏകോദര സഹോദരർ എന്ന പോലെ കഴിഞ്ഞിരുന്ന നമ്മുടെ യൂണിറ്റിൽ വിഷം കുത്തിവെക്കാനുള്ള നീക്കം തിരിച്ചറിയുക. യൂണിറ്റ് അംഗങ്ങളുടെ മുൻപിൽ സത്യം അറിയിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഈ വിഷയം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പിടിച്ച് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. പിന്നെ ഡിസംബർ 10 മോളി ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത ഉടനെ ഞാൻ മോളിയെ വിളിച്ച് പറഞ്ഞിരുന്നു, ആ ഫോട്ടോസ് അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ളതാണ് എന്ന് മനസ്സിലാക്കണം, അല്ലാതെ ഏതെങ്കിലും കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട പരിപാടി അല്ലായിരുന്നു. പിന്നെ ശ്രീ ലിജോ പറഞ്ഞത് ശരിയാണ്. കുടുംബ യൂണിറ്റിൽ ഒരു അനാവശ്യ പോസ്റ്റ് ലിജോ ഇട്ടത്
ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്തു. എന്നാൽ ലിജോയ്ക്ക് എന്തോ ഓർമ്മക്കുറവ് പറ്റിയോ? ആ ദിവസം ആ സമയം തന്നെ എ കെ സി സി എന്ന ഗ്രൂപ്പിൽ താങ്കളിട്ട ഈ മെസ്സേജ് എന്തുകൊണ്ട് സ്വയം ഡിലീറ്റ് ചെയ്തു? ഞാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, സ്വയം കണ്ണടച്ചാൽ ഇരുട്ട് ഭൂമി മുഴുവനും ഉണ്ടാകില്ല. പല കാര്യങ്ങളിലും അനാവശ്യമായ വ്യക്തികളെ കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുന്ന ലിജോ പാപ്പച്ചൻ ഒന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ അത്രയെങ്കിലും അത്യാവശ്യം മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യുവാനും കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അഹങ്കാരമല്ല. പക്ഷേ എൻ്റെ വാക്കുകൾ കൊണ്ട് ആരെയും ഉറപ്പെടുത്തരുത് എന്ന എളിയ ആഗ്രഹവുമുണ്ട്. പക്ഷേ എന്തിനേയും ദുഷ്ടലാക്കോടെ കാണുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാനും എഴുതുവാനും കഴിയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. തെറ്റ് എൻ്റെ ഭാഗത്തെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോടോ കുടുംബത്തോടോ എന്തെങ്കിലും വിവേചനം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് അംഗങ്ങളോട് ക്ഷമ ചോദിക്കുവാൻ ഞാൻ തയ്യാറാണ്. സ്നേഹപൂർവ്വം സിനി ജിജു, സെക്രട്ടറി, 22/2/2024. അത് 9:05 AM. അത് കഴിഞ്ഞിട്ടൊരു വേറെ ആരും മെസ്സേജ് ഇല്ല. 10:31 AM 10 ആയപ്പോൾ സിനി ജി ചേച്ചിയുടെ പിന്നെ ഒരു മെസ്സേജ്. മദർ തെരേസ യൂണിറ്റ് പ്രിയ അംഗങ്ങളെ, സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ രാജിവെക്കുകയാണ്. രാജിക്കത്ത് കുടുംബ യൂണിറ്റ് ചെയർമാൻ ഫാദർ ജെറി ഞാളയത്തിന് കൈമാറിയിട്ടുണ്ട്. കാലാവധി പൂർത്തിയായി അധികാരം നഷ്ടപ്പെടുന്ന വെപ്രാളത്തിൽ തോന്നിയ രാജിയല്ല, മറിച്ച് ലിജോ പാപ്പച്ചൻ പരാമർശിച്ച ഈ വിഷയത്തിൽ 12 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രസിഡന്റ് ശ്രീ ബാബു കാച്ചപ്പള്ളി, വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിൻഡ ജോസ്, ട്രഷറർ ശ്രീമതി ബീന, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി മോളി, കമ്മിറ്റി അംഗം ശ്രീ ലിനു എന്നിവരുടെ അറിവിലും തീരുമാനപ്രകാരവും എടുത്ത നടപടിയെക്കുറിച്ച് കുടുംബയോഗത്തിൽ വരാത്ത വ്യക്തി ഇത്ര തരംതാണ തരത്തിൽ എന്നെ മാത്രം കുറ്റപ്പെടുത്തി ഇത്തരം പ്രസ്താവന ഇറക്കിയിട്ടും അത് കൂട്ടായ തീരുമാനമായിരുന്നു ചങ്കുറപ്പോടെ പറയുവാൻ കഴിയാത്ത കമ്മിറ്റിയിൽ തുടർന്നാൽ മേലിലും ഞാൻ തന്നെ ബലിയാടായിത്തീരും എന്ന് മനസ്സിലാക്കിയതിനാൽ എന്നെ തിരഞ്ഞെടുത്ത യൂണിറ്റ് അംഗങ്ങളോട് എൻ്റെ രാജി അറിയിക്കുന്നു. ഇതുവരെ തന്ന സഹകരണങ്ങൾക്ക് നന്ദി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സീനിയർ ചേച്ചി നമ്മുടെ ബീന സബാഷൻ ചേച്ചിയെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ബീന ചേച്ചി. അപ്പോൾ ബീന ചേച്ചി അപ്പം തന്നെ ഒരു 11:20 ആയപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇട്ടേക്കണം. ആ വോയിസ് മെസ്സേജ് കേൾപ്പിക്കാം. ഇനി ഞാൻ ലിജോ പാപ്പച്ചന്റെ മെസ്സേജിനോട് പ്രതികരിക്കാതിരുന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ലിജോ പാപ്പച്ചന് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ യൂണിറ്റിൽ വന്ന് പറയണമായിരുന്നു. ഇനി 2/3/2024 യൂണിറ്റ് മീറ്റിങ്ങിന് നിർബന്ധമായും ലിജോ പാപ്പച്ചനും ജോയി കൈതാരനും വന്നിരിക്കണം. ഇതിന്റെ മറുപടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഞങ്ങൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ആ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഒരു 12 മണിയായപ്പോൾ ലിനു വാര്യത്ത്, കമ്മിറ്റി അംഗം എന്ന് പറയപ്പെടുന്ന ലിനോ ജോർജ് ഇട്ടേക്കാണ്. റിപ്ലൈ അയക്കാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഗ്രൂപ്പിന്റെ പൊതുവായ താല്പര്യങ്ങൾ അനുസരിക്കാതെ ഗ്രൂപ്പിൽ വിവാദ വിഷയങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ഗ്രൂപ്പിന്റെ അഡ്മിൻസിന്റെ അധികാരമാണ്. എന്നിരുന്നാലും എല്ലാ കമ്മിറ്റി മെമ്പർമാരുടെയും കൂട്ടായ തീരുമാനപ്രകാരമാണ് ശ്രീ ജോയി കേദാരൻ എന്ന വ്യക്തിയെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്. കുർബാനയെക്കുറിച്ച് പല അഭിപ്രായങ്ങളുള്ളവർ നമ്മുടെ കുടുംബയൂണിറ്റിലുണ്ടാകാം. പക്ഷേ നമ്മുടെ കുടുംബയൂണിറ്റ് മീറ്റിംഗിൽ അല്ലെങ്കിൽ യൂണിറ്റിന്റെ ഗ്രൂപ്പിൽ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. അത് യൂണിറ്റ് മീറ്റിംഗിൽ വരുന്നവർക്ക് അറിയാം. മോളി ചേച്ചി പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് എറണാകുളം അങ്കമാലി അതിരൂപത 50 വർഷത്തിന്റെ ആഘോഷങ്ങൾ ആയിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഈ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ യൂണിറ്റ് മീറ്റിംഗിൽ വന്നാണ് തീർക്കേണ്ടതെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 4:28 PM ആയപ്പോൾ ഒരു നമ്മുടെ പ്രസിഡന്റ് ബാബു കാച്ചപ്പള്ളി ചേട്ടൻ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തേക്കുന്നത്. പരസ്പരം കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയുന്നതല്ല കുടുംബ യൂണിറ്റ്, മറിച്ച് എല്ലാവരെയും ഒരുമിച്ച് ഐക്യത്തിൽ സ്നേഹത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇവരുടെ എല്ലാ മെസ്സേജുകളും കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു മെസ്സേജ് ഇട്ടു. എന്തായാലും എല്ലാവർക്കുള്ള ഒരു മറുപടി ആയിട്ടൊരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഞാൻ വായിക്കാം. ഒരു മിനിറ്റ്. അയ്യോ, ഞാനൊരു നിസ്സാര കാര്യം ചോദിച്ചതിന് എന്തൊക്കെ പുകില എൻ്റെ രാഹുല മാതാവേ. ഈ ഒരു ചോദ്യത്തിന് ഇത്രയും വലിയ 100 മാർക്കിൽ കുറയാത്ത essay ഉത്തരങ്ങളോ രാജിവെപ്പോ എൻ്റെ ജർമാന പുണ്യവതിയെ. ഇന്ത്യൻ പാർലമെന്റിൽ പോലും കാണില്ലല്ലോ ഇത്ര കൊടുമ്പുരി കൊണ്ട സങ്കീർണമായ വിഷയം. എൻ്റെ മദർ തെരേസ പുണ്യവതിയെ, ഇത്ര മോശം കാര്യമാണോ ഞാൻ സംസാരിച്ചത്? 5 നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചാരയും ഇട്ട് കുടിച്ച് ചിന്തിച്ചിട്ടും എനിക്കൊരു പിടികിട്ടണല്ലോ എൻ്റെ സകല വിശുദ്ധരെ. ഞാൻ നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്വീറ്റ് ലീഡറായ എൻ്റെ സ്വന്തം പെങ്ങളായ സിനി ജി ചേച്ചിയെ വ്യക്തിപരമായി വേദനിപ്പിച്ചു, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു വന്നു. വല്ലാത്തൊരു ടെസ്റ്റായി പോയല്ലോ ഈ കഥ. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സിനിജി ചേച്ചിയെ ദാരുണമായി വേദനിപ്പിച്ചു എന്ന് ചേച്ചി തെറ്റിദ്ധരിച്ച് എഴുതിയ അതേ നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ ലിജോ പാപ്പച്ചൻ്റെ തുടക്കി മുകളിൽ ചട്ടകം പഴിപ്പിച്ചു വെച്ച് സ്വയം ദാരുണമായി വേദനിപ്പിച്ചു. മനസ്സിൽ കരഞ്ഞു വന്നത് വളരെ വേദനയോടെ അറിയിക്കുന്നു. കാലാവധി തീരാറായി അധികാരം നഷ്ടപ്പെടുന്ന വെപ്രാളത്തിൽ വയ്ക്കുന്ന രാജിയാണോ ചേച്ചിയുടെ? പുതുതായി യൂണിറ്റ് സെക്രട്ടറിയായി സിനിജി ചേച്ചി തന്നെയല്ലേ ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ കാലാവധിയിലെ യൂണിറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണോ സിനി ചേച്ചി രാജിവെച്ചത്, അതോ അടുത്ത കാലാവധിയുടെ രാജിയാണോ? എനിക്ക് ആകെ കൺഫ്യൂഷൻ ഓർത്തിട്ട് തന്നെ എന്തോ പോലെ. എന്തെങ്കിലും ആവട്ടെ, അടുത്ത കാലാവധിയിലും സിനി ചേച്ചി തന്നെ തുടരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. എൻ്റെ വീട്ടുകാർ അങ്ങനെ തന്നെ പറയുന്നു. സിനിജി ചേച്ചി എന്ന നമ്മുടെ സ്ട്രോങ് ആൻഡ് സ്വീറ്റ് ലീഡർ ഇല്ലാതെ കുടുംബ യൂണിറ്റും പള്ളിയും ശൂന്യമാണ്, വെറും വട്ടപൂജ്യമാണ് എന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം സിനിജി ചേച്ചി സെന്റ് ജെർമെയിൻസ് പള്ളിയുടെ, പിന്നെ നമ്മുടെ മദർ തെരേസ
യൂണിറ്റിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. സിനിജി ചേച്ചി തന്നെ അടുത്താണ് തുടരട്ടെ. പിന്നെ സിനിജി ചേച്ചി ബലികേടായി ഒറ്റപ്പെട്ടു എന്ന് തോന്നിയോ? വേറെ ആരുമില്ലെങ്കിൽ ഞാനുണ്ട് ചേച്ചിയുടെ കൂടെ. ഇതൊക്കെ എന്ത് സിനിജി ചേച്ചി? ഞാനിതിലും വലുതൊക്കെ കഴിഞ്ഞ വർഷം പാരിഷ് കൗൺസിൽ നിഷ്പക്ഷമായ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്തോരം ഒറ്റപ്പെട്ടു. തെറ്റിദ്ധാരണകൾ കാരണം എന്നെ ഈ മദർ തെരേസ കുടുംബ യൂണിറ്റിൽ തന്നെ വേദനിപ്പിച്ചില്ലേ? അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടവക കൂട്ടായ്മയിൽ സിനിജി ചേച്ചി തന്നെ ഫോർവേഡ് ചെയ്തില്ലേ? ഞാൻ അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ മോശം അവസ്ഥയിൽ പോലും ഒറ്റയ്ക്ക് സൈലൻ്റായി നേരിട്ടില്ലേ സിനിജി ചേച്ചി? പാരിഷ് കൗൺസിൽ ഇടവകയിൽ ഒക്കെ എന്തൊക്കെ നാടകം അരങ്ങേറി, ഞാനതൊക്കെ പരമാവധി സൈലൻ്റായി നേരിട്ടില്ലേ? സിനിജി ചേച്ചി അടക്കം ഈ കുടുംബ യൂണിറ്റിലെ ആളുകളോടും ഇടവക്കാരോടും വളരെ സ്നേഹത്തോടെ ഇപ്പോഴും പെരുമാറുന്നില്ലേ? പാരിഷ് കൗൺസിൽ ഇടവകയിൽ ഒരു വിശ്വാസ സമൂഹത്തിൽ നിരക്കാത്ത എന്തൊക്കെ നാടകങ്ങൾ അരങ്ങേറി, എന്തോരം എന്നെ ഒറ്റപ്പെടുത്തി, കാര്യങ്ങൾ വളച്ചൊടിച്ച് കുറ്റപ്പെടുത്തി, നുണക്കഥകൾ സത്യങ്ങളാക്കി ചിലർ പാടി നടന്നത് എൻ്റെ സിനിജി ചേച്ചിയും കണ്ടതല്ലേ? പാരിഷ് കൗൺസിലിലും ഇടവകയിൽ അധികാരഭ്രമം കൊണ്ട് അതപ്പതിച്ച് ഉറ്റവരെ പോലും ഒറ്റുന്നവ നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ട സിനിജി ചേച്ചി? സത്യങ്ങൾ മാത്രമേ എന്നായാലും വിജയിക്കൂവെന്ന് പാരിഷ് കൗൺസിൽ ഞാൻ പറഞ്ഞത് എൻ്റെ സിനിജി ചേച്ചിയും കേട്ടതല്ലേ? ഞാൻ ഓടിപ്പിടിച്ച് അപ്പോഴത്തെ ഇമോഷന്റെ പുറത്ത് CLC പ്രസിഡന്റ് സ്ഥാനം 2023 ജനുവരിയിൽ രാജിവെച്ചു. 2024 വരെ പിടിച്ചു നിൽക്കണം എന്ന തീരുമാനമെടുത്ത് രാജിക്കുള്ള കാര്യങ്ങൾ പിന്നീടുള്ള മാസങ്ങളിൽ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് 2024 ആയപ്പോൾ രാജിവെച്ച് 2023 നുണക്കഥകളുടെയും തട്ടിപ്പ് നാടകങ്ങളുടെയും പേരിൽ രാജിവെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തു എന്നായതിനെ അർത്ഥം. ഇമോഷണലായി വെകിളി പിടിച്ച് രാജിവെക്കുമ്പോൾ തെറ്റ് ചെയ്ത ആ പ്രസ്തുത വ്യക്തി എന്നല്ലേ ചിലരെങ്കിലും കരുതുക. ഞാൻ തെറ്റുകേട്ടില്ല എന്ന ഉറച്ച ബോധ്യം പിന്നീടുള്ള എന്നെ സ്ട്രോങ് ആക്കി, ഇടയ്ക്ക് സിനിജി ചേച്ചിയെ പോലെ സ്വീറ്റുമാക്കി. ഇപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നെല്ലിക്കയുടെ കയ്പ് മാറി മധുരം വന്ന പോലെ ദൈവം നമ്മളെ സ്ട്രോങ് ആക്കാൻ ഒരുക്കിയ ഒരു ഇവന്റ് എന്ന് പോസിറ്റീവ് എടുക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് എനിക്ക് സിനിജി ചേച്ചിയുടെ വിഷമം നന്നായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ വേറെ ആരെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. സിനിജി ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് ഇവരൊക്കെ വെളിച്ചത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കി പ്രതികാരം വീട്ടിക്കളയാം. അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട സിനിജി ചേച്ചി. അല്ല, ഞാൻ എന്ത് കഥയാണ് മെനഞ്ഞെടുത്തത്? നേരെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പോഴത്തെ നമ്മുടെ വികാരിയച്ച ജനാഭിമുഖ കുർബാനയുടെ സമരനായകനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല ആക്റ്റീവാണ് സമരത്തിൽ. അച്ഛൻ പേഴ്സണലായി പള്ളിയിൽ നിന്ന് പോകാൻ നമ്മളുടെ ആൾക്കാരെ പലരെയും വിളിച്ചല്ലോ, പള്ളിയിൽ നിന്ന് വണ്ടി എടുത്ത് പോയല്ലോ. ഇനി ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞ് ലിജോ പാപ്പച്ചൻ ജെറിഞ്ഞാളയത്ത് എന്ന വികാരിയെ അപമാനിച്ചു, തേജോവധം ചെയ്തു എന്നൊക്കെ പ്രചരിപ്പിക്കുമെന്തോ. എന്തായാലും ഞാൻ കാര്യം പറഞ്ഞാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ആ ശതാബ്ദി ആഘോഷം ജനാഭിമുഖ കുർബ സപ്പോർട്ടുകാരുടെ തന്നെയായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ അല്ലാതാവുന്നത്? അല്ല എന്ന് വെറുതെ വേണേൽ സമ്മതിച്ചു തരാം. നമ്മുടെ പള്ളിയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്ക് പോയ പോലെ തന്നെ പോയതാണ്. ഓഗസ്റ്റ് 15-നും 19-നൊക്കെ പോയല്ലോ. ചിലർ പള്ളിയിൽ നിന്ന് വണ്ടി എടുത്ത് ഇതൊക്കെ പോയല്ലോ. നിഷ്പക്ഷമായി വായിക്കുന്നവരും അറിയുന്നവരും മനസ്സിലെങ്കിലും അത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് മനസ്സിലെങ്കിലും പറയും. ഇനി ഞാൻ മുമ്പൊക്കെ പറഞ്ഞതുപോലെ ഏകീകൃത കുർബാനക്കാരോടും ജനാഭിമുഖക്കാരോടും എനിക്കൊരു താല്പര്യവുമില്ല. അതൊന്നും ഈ ഗ്രൂപ്പിലല്ല, ഒരു ഗ്രൂപ്പിലും വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കുർബാനക്കാര്യമല്ല ഇന്നലെ ഇവിടെ എഴുതിയിട്ടത്. നിങ്ങൾ ഈ ഉത്തരം പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇന്നലെ. ഇതൊരു കുടുംബ യൂണിറ്റ് ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ? ഇതിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് കൂടി തീരുമാനം എടുത്തുവെങ്കിൽ തന്നെ ഇട്ടിരുന്നില്ല. അതുകൊണ്ട് അറിഞ്ഞില്ല. പിന്നെ ഓഗസ്റ്റ് 19-ന് ശേഷം ജോയ് കേദാരൻ ചേട്ടൻ കുർബാന പോസ്റ്റുകൾ ഇട്ട് കണ്ടില്ല. ജനാഭിമുഖക്കാരുടെ ശതാബ്ദി ആഘോഷ ഫോട്ടോസ് ഡിസംബർ 10-ന് ഇട്ടപ്പോൾ കഥ മാറിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നീട് ഡിസംബർ 14 ജോയ് കേദാരൻ ചേട്ടൻ മാർപ്പാപ്പയുടെ വീഡിയോ സംബന്ധിച്ച ലിങ്ക് ഇട്ടത്. അപ്പോൾ അതെങ്ങനെ ഫൗളാകും? ആ ചേട്ടൻ മോശം കാര്യം വല്ലതുമാണോ ഇട്ടത്? മുൻപ് തീരുമാനിച്ച പോലെ കുർബാന വിഷയ പോസ്റ്റുകൾ ഇട്ട് ഐക്യം തകർക്കാൻ ശ്രമിച്ച ജോയ് കൈതാരൻ ചേട്ടനെ ഓഗസ്റ്റിൽ കൂടിയ എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം റിമൂവ് ചെയ്തു എന്ന് എഴുതിയോ? ഈ ഗ്രൂപ്പിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. റിമൂവ് ചെയ്തത് അപ്പോഴും ഫൗളല്ലേ? ജനാഭിമുഖ ശതാബ്ദി ഫോട്ടോസ് ഇട്ടതും അത് ഡിലീറ്റ് ചെയ്യാത്തതും അതിട്ടവരെ റിമൂവ് ചെയ്തു. അപ്പോൾ ജോയ് ചേട്ടനെ റിമൂവ് ചെയ്തത് ശരിയായോ എന്നാണ് ഇന്നലെ ചോദിച്ചത്. മെസ്സേജ് ഡിലീറ്റ് ചെയ്യാലോ, ആ അംഗത്തിനെ റിമൂവ് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചുപോയി. അതിൽ മനസ്സിൽ തോന്നിയത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടന്നത്, ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചത് എങ്ങനെയാണ് കുത്തിത്തിരിപ്പും വിഷം കുത്തിവെക്കലും ആവുന്നത്? എല്ലാവരും തമ്മിൽ ഐക്യത്തോടെ ഇടവകയിൽ പോകണം എന്ന നിലപാട് എടുത്തത് കാരണം, അഭിപ്രായം പറഞ്ഞത് കാരണം ബലികേടായ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുക? പള്ളിയിൽ ഗ്രൂപ്പ് കളിച്ച് നല്ല ബന്ധങ്ങൾ തകർന്ന് ഒരുപാട് വിഷമിക്കുന്ന ഞാൻ എന്തിനാണ് നമ്മുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ ജോയ് ചേട്ടനെ പുറത്താക്കിയ കഴിഞ്ഞ ഡിസംബർ 14 എന്നത് യുഗാന്തരങ്ങൾക്ക് മുമ്പൊന്നും അല്ലല്ലോ. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 22-ലായിട്ടുള്ളൂ. പിന്നെ പുതിയ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ 2 ആഴ്ച മുമ്പ് തെരഞ്ഞെടുത്ത് കണ്ടു, അതുകൊണ്ട് അവതരിപ്പിച്ചു. ഞാനപ്പോൾ ഡിസംബർ 14-ന് മിണ്ടാഞ്ഞത്. ഞാൻ ചെയ്ത CLC രാജി വീഡിയോയിൽ ഓഗസ്റ്റ് 19-ന് പള്ളിയിലെ ലിൻഡ ചേച്ചി ജോയ് കേദാരൻ വിഷയം അവതരിപ്പിച്ച കൂട്ടത്തിൽ ഈ കാര്യം കൂടി എഴുതി പറയാൻ വെച്ചിരുന്നു. പിന്നെ അതിൽ പറയണ്ട എന്ന് തോന്നി എഴുതിയത് വെട്ടി കളഞ്ഞ് ഇതൊരു കുഞ്ഞി കാര്യമായതുകൊണ്ട് രാജി വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ നിങ്ങളോട് പറയാമെന്ന് കരുതി. അതാണ് ഇന്നലെ ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്കൊരു ദുരുദ്ദേശമില്ല. ഈ കാര്യം കൂടി പറയണമെന്നും കരുതി മാന്യമായി ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ ഇന്നലെ എഴുതിയിട്ടത്, ഞാൻ ഇന്നലെ എഴുതിയിട്ടത് ഒന്നുകൂടി വായിച്ചു നോക്കൂ. എന്ത് പറയാനാ?
ഒരു കാര്യം വ്യക്തമായി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാതെ കുറെ മുട്ട് ന്യായങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്ന വ്യക്തി അവസാനം മോശക്കാരനാക്കപ്പെടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ പാരിഷ് കൗൺസിൽ ഞാൻ നന്നായി അനുഭവിച്ചാണ്. ആ ചോദ്യം തന്നെ അവസാനം മാറ്റപ്പെടും. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ചോദ്യം വഴിതിരിച്ചുവിടും. അതിന്റെ മിനി തിയേറ്റർ നാടകമായി ഞാൻ ഇതിനെയും പുഞ്ചിരോടെ എടുക്കുന്നു. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക്, ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലാകും. ഇനി സീതയെ തട്ടിക്കൊണ്ടുപോയത് ആര് എന്ന് ചോദിച്ചാൽ രാവണൻ എന്ന് പറയാതെ സീതയുടെ സാരിയുടെ നിറം കറുപ്പായിരുന്നു, ചുമപ്പായിരുന്നു, നീലയായിരുന്നു. അതുകൂടാതെ ഗാന്ധാരി അന്ധയല്ല, ബധിര കൂടിയായിരുന്നു. പക്ഷെ അവർക്ക് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും കഴിയുമായിരുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ആ പ്രസ്തുത ഗോഡ് ഫാദർ സർക്കാസം വീഡിയോ ഈ ഗ്രൂപ്പിൽ മാത്രമല്ല CLC ഗ്രൂപ്പിലും AKCC ഗ്രൂപ്പിലും ഓഗസ്റ്റ് 19 ഇട്ടിരുന്നു. ഇവിടെ സിനി ചേച്ചി പറഞ്ഞപ്പോൾ അത്ര പ്രശ്നമുള്ള വീഡിയോ അല്ല എന്ന ബോധ്യമുണ്ടെങ്കിലും ഞാൻ വളരെ സ്നേഹത്തോടെ ഡിലീറ്റ് ചെയ്തു. CLC ഗ്രൂപ്പിൽ അനുപാനപ്പെടായിട്ടുള്ള വീഡിയോ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇട്ടോടാ, CLC ഒന്ന് ഡിലീറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ അവിടെയും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ AKCC എന്ന ഗ്രൂപ്പിലും ഡിലീറ്റ് ചെയ്തു. അത് ശരിയാണ്. പക്ഷേ അതും ഞാൻ ചോദിച്ച കാര്യങ്ങളായിട്ട് എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് ഞാൻ കൂട്ടത്തിൽ ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. എന്തായാലും ഓഗസ്റ്റ് 20 പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ AKCC എന്ന ഗ്രൂപ്പിൽ വീണ്ടും ആ ഗോഡ് ഫാദർ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. പിന്നെ ഡിലീറ്റ് ചെയ്തില്ല. പലരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോമഡി സെൻസിൽ എടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാം. പിന്നെ എൻ്റെ ഫോൺ നമ്പർ കുറവായതുകൊണ്ട് ഫോൺ ഹാങ് ആയപ്പോൾ ഡിസംബറിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇടാം. ആ വീഡിയോ ഇട്ടത് വലിയ അപരാധമാണെങ്കിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് ആളുകൾക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാനതൊക്കെ ആ സ്പീഡിൽ എടുക്കൂ. എനിക്കിവിടെ ആരോടും ഒരു വഴക്കും ഇല്ല. ഇനി ഇതൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം ചെയ്തോ, ഞാൻ പരാതിയായിട്ടൊന്നും വരില്ല. പള്ളിയിൽ അതിനും മാത്രം ഞാൻ അനുഭവിച്ചു. എനിക്കൊന്നും തോന്നില്ല ഇനി എന്തൊക്കെ അംഗമായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴാണ് സിനി ചേച്ചി എനിക്ക് എഴുതാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും ആരോട് ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. കാരണം എനിക്ക് അങ്ങനെ കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവർ എഴുതി കാണുമ്പോൾ, സിനി ചേച്ചി അടക്കം എഴുതി കാണുമ്പോൾ അത് എന്ത് രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ പറയാറുണ്ട്. പറ്റിയാൽ നന്നായി എന്ന് നേരിട്ട് പറയാറുണ്ട്. ആരെങ്കിലും എഴുതാൻ ഇഷ്ടമുണ്ട് പക്ഷേ മടിയും പേടിയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ വളരെ സ്നേഹത്തോടെ അവരെ സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഞാനൊന്നുമല്ല സിനി ചേച്ചി, ഒരിക്കലും ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല. ആരോടും അങ്ങനെ പെരുമാറാറുമില്ല. സിനി ചേച്ചി ഇമോഷണലായി ചിന്തിച്ച് കൂട്ടുമ്പോൾ തോന്നുന്ന ഓരോ തെറ്റിദ്ധാരണകളാണ്. ഞാനിവിടെ ചിലർക്കൊക്കെ ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷൊക്കെ വല്ലപ്പോഴും എഴുതാറുള്ളത് കൊണ്ടാണോ? അതൊക്കെ ഇവിടെ മാത്രമല്ല മറ്റ് ഗ്രൂപ്പുകളിലും മൂഡ് പോലെ ഞാൻ എഴുതി വിഷ് ചെയ്യാറുണ്ട്. അവരുടെ സ്പെഷ്യൽ ഡേ അല്ലേ, നമുക്ക് പറ്റാവുന്ന സ്പെഷ്യൽ വിഷ് കൊടുക്കുന്നല്ലാതെ അതിൽ എഴുതാനറിയാമെന്ന് തെളിയിക്കലൊന്നുമില്ല. ബീന സബാസൻ ചേച്ചി മാർച്ച് 2 കുടുംബയൂണിറ്റിൽ എക്സിക്യൂട്ടീവിന് മുമ്പിൽ എന്നോടും ചോദിച്ചതിനോടും എന്തോ കോടതിയിൽ പ്രതിക്കൂട്ടിൽ ഹാജരാകാൻ പറയുന്ന മൂടായി പോയി. എന്തായാലും തമാശയ്ക്ക് പറഞ്ഞത് ബീന ചേച്ചി, ഞാനന്ന് ഒഴിവുണ്ടെന്ന് നോക്കാം, ഉറപ്പില്ല. പിന്നെ ജോയിച്ചേട്ടൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. പുള്ളി ഇങ്ങനെയൊക്കെ വോയിസ് ഇട്ടാൽ ചിലപ്പോൾ എൻ്റെ പോലെ സാമൂഹ്യമായി റിയാക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ എക്സിക്യൂട്ടീവ് ഹാജരാകുമെന്ന് ചോദിച്ചു നോക്ക്. നമ്മൾ പണ്ടത്തെ കുടുംബയൂണിറ്റ് ആയിരുന്നപ്പോഴൊക്കെ ഒരുവിധം മുടങ്ങാതെ വന്നിരുന്നതായിരുന്നല്ലോ. പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും. യൂണിറ്റ് മുറിച്ച് പ്രിയപ്പെട്ടവർ പലരും വേറെ കുടുംബയൂണിറ്റിലായപ്പോഴാണ് വരാൻ താല്പര്യം തോന്നാത്തൊരു കാര്യം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്നെ മോശമാക്കി അപമാനിച്ച് ഈ കുടുംബയൂണിറ്റുകാർ തന്നെ മെസ്സേജ് ഇട്ട്, അതും അത്രയ്ക്ക് വിഷമമായിരിക്കുമ്പോൾ മെസ്സേജ് ഇട്ടത് കൂടാതെ അതിന്റെ സ്ക്രീൻഷോട്ട് അത് ഇടവ കൂട്ടായ്മയിൽ ഷെയർ ചെയ്ത് കണ്ടപ്പോൾ മനസ്സിലകലം കൂടി. ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുന്നത് വല്ലാത്തൊരു വേദനയാണ്. ഞാൻ സൈലന്റ് ആയിരുന്നെന്ന് മാത്രം. സിനി ചേച്ചി എന്തായാലും തിരിച്ചു ആ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇതൊക്കെ ഇത്ര വലിയ സീനാക്കേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലേ ചെയ്യേണ്ട ആരെങ്കിലും ഒക്കെ ഇനിയും റിമൂവ് ചെയ്യും. മനസ്സിൽ തോന്നിയത് പറഞ്ഞു. ഇന്നലെ അവസാനം എഴുതിയതുപോലെ നമ്മുടെ ഇടവക്കാർ പരസ്പരം കാണേണ്ടവരാണ്. ഈ പള്ളി അധികാര കസരത്തിലും കുർബാന തർക്കങ്ങളിലും ഒന്നും വലിയ കഴമ്പൊന്നുമില്ല, ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ ഒരു ദിവസം മനസ്സിലാകും. പരസ്പരം കാണേണ്ടവർ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കുക. നമ്മുടെ പള്ളിയിൽ മൊത്തത്തിൽ കുർബാന വിഷയം വരാനിട്ട് തന്നെ എന്തൊക്കെ അംഗമാണ്. ഇനി അതും കൂടി വന്നാൽ അതൊക്കെ കൂടി നല്ല രസമായിരിക്കും. എന്നാലും ബീഡിക്കുറ്റി വേലിയിൽ വലിച്ചെറിഞ്ഞിട്ട് ആളി കത്തിയ പോലെ ആയിപ്പോയി, കോമഡി ആയിപ്പോയി കാര്യങ്ങൾ. ഇതൊക്കെ ഇവിടെ എന്തായാലും അല്ലാതെ എന്ത് പറയാനാ. എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ. ഗോഡ് പ്ലസ്. ലിജോ പാപ്പച്ചൻ ഒരു മനുഷ്യൻ. 22/2/2024. അത് കഴിഞ്ഞിട്ട് ഞാൻ CLCയിൽ ഇട്ട അതിന്റെ സ്ക്രീൻഷോട്ടും അതേപോലെ AKCCയിൽ ഇട്ട അതിന്റെ സ്ക്രീൻഷോട്ടും മറ്റേ ആ ഗോഡ് ഫാദർ വീഡിയോ അത് ഇടുകയാണ് ചെയ്തത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജ് ഇട്ട് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിനി ചേച്ചി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫെബ്രുവരി 23 വൈകുന്നേരം ഈ മോളി തോമസ്, മോളി ഷിബു ചേച്ചി, ഈ ജനശതാബ്ദി ഫോട്ടോസ് ഇട്ട ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫെബ്രുവരി 23 വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും ഇട്ടേക്കാണ്. ഒരു 7:48 PM ആയപ്പോൾ, രാത്രി വൈകുന്നേരം 7:48 PM ആയപ്പോൾ, പ്രിയപ്പെട്ട മദർ തെരേസ കുടുംബാംഗങ്ങളെ, പ്രതികരിക്കാൻ വൈകിയതിൽ ക്ഷമിക്കുക. മിസ്റ്റർ ലിജോ പാപ്പച്ചൻ എന്ന വ്യക്തിയെ ഒരു മീറ്റിംഗിലും കണ്ടിട്ടില്ല. സോ അദ്ദേഹം അടുത്ത മീറ്റിംഗിൽ വന്ന് എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എന്തായാലും ഫെബ്രുവരി 23 നടക്കുന്നത്. അതിന് പിറ്റേ ദിവസം ഫെബ്രുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ മദർ തെരേസയുടെ യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ അയൽവാസിയുടെ ആയ ഷോബി പനക്കൽ ചേട്ടൻ എൻ്റെ വീട്ടിൽ വരുന്നു. 2024 മാർച്ച് 2-ന്, അതായത് അടുത്ത ശനിയാഴ്ച ശോഭിച്ചൻ്റെ വീട്ടിൽ തന്നെയാണ് കുടുംബയോഗം. അപ്പോൾ അന്ന് പ്രസിഡന്റായി ചാർജ് എടുക്കുന്നു. പുതിയ കാലാവധിയിലെ മറ്റ് ഭാരവാഹികളെ ചുമതലയേൽക്കുന്നു. അപ്പോൾ ഞങ്ങളോട് ഫാമിലിയായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കാനാണ് വന്നത്. എൻ്റെ അമ്മച്ചിയോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുടുംബത്തിൽ പോകാറില്ല, ഞങ്ങൾ വരില്ല, ഞങ്ങൾ ക്ഷണിച്ചതിൽ സന്തോഷം എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ മദർ തെരേസ കുടുംബയൂണിറ്റായിട്ട് പിന്നെ പോയിട്ടില്ല. അതിന് മുമ്പ് സെന്റ് തോമസ് യൂണിറ്റ് ആയിരുന്നപ്പോഴും പോയിട്ടില്ല. സെന്റ് ജോസഫ് എന്ന ഒറ്റ കുടുംബയൂണിറ്റ് ആയിരുന്നപ്പോൾ പോകുമായിരുന്നു. എന്തായാലും പരിസംഖ്യ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സഹകരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ശോഭിച്ചൻ തന്നെ പേഴ്സണലായിട്ട് മാറ്റി നിർത്തിയിട്ട് സംസാരിച്ചു. മദർ തെരേസയുടെ പുതിയ പാരിഷ് കൗൺസിൽ അംഗം ഷില്ലർ ചേട്ടനും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അവർ ചുമതലയേറ്റെടുക്കുന്നതിന് മുമ്പ് സിനി ചേച്ചിയും ലിജോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശോഭിച്ചേട്ടൻ ഞാൻ കുടുംബയൂണിറ്റിൽ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശോഭിച്ചേട്ടൻ പറഞ്ഞു, വന്നാൽ നാളെ എൻ്റെ വീട്ടിലേക്ക് ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരാമോ? അപ്പോൾ ശോഭിച്ചേട്ടൻ, ഷില്ലറേട്ടൻ, ജിജു മണ്ണകത്തേട്ടൻ, അതേപോലെ സിനി ജിജു ചേച്ചി, പിന്നെ ലിജോ, അത്രയും പേരാണ് ഉണ്ടാവുക. ലിജോ ഒന്ന് വരാമോ? ഇപ്പം ഞാൻ പറഞ്ഞു, ശോഭിച്ചേട്ടൻ എനിക്ക് ഈ സിനി ചേച്ചിയായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരു കുടുംബത്തെ, ഒരു കുടുംബയൂണിറ്റ് അംഗത്തെ അങ്ങനെ കുടുംബയൂണിറ്റിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തത് അഥവാ പുറത്താക്കിയത് ശരിയായോ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കുന്നത് ശരിയല്ലല്ലോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ വേറെ സത്യത്തിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. കൂടാതെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കല്യാണമാണ് നാളെ രാവിലെ തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചത് പറഞ്ഞു, ലിജോ പറ്റുമെങ്കിൽ വരണം, 10 മിനിറ്റിൽ നമുക്ക് തീർക്കാം, എന്നിട്ട് കല്യാണത്തിന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശോഭിച്ചതിനോട് ഈ കുഞ്ഞിലെ മുതലുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം പുതിയ ഭാരവാഹികളായ ഷില്ലർ ഗാർഡനും അവരും എടുത്ത അവരുടെ മനസ്സിന് ഞാൻ റെസ്പെക്ട് ചെയ്തു. നമുക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്ന് ശനിയാഴ്ച വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 24 അന്ന് രാത്രി അന്ന് തന്നെ 9:30 ആയപ്പോൾ രാത്രി ഒരു പാരിഷ് കൗൺസിലിന്റെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വരികയാണ്. നാളെ ഫെബ്രുവരി 25 ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം അടിയന്തര പാരിഷ് കൗൺസിൽ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ ജോസഫ് കാച്ചപ്പള്ളി മുൻ കൈക്കാരൻ മെസ്സേജ് ഇട്ടു. അപ്പം ഞാനുണ്ടായിരുന്നുള്ള പാരിഷ് കൗൺസിൽ, ഞങ്ങളുടെ പാരിഷ് കൗൺസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഉടനടി ഒരു പാരിഷ് കൗൺസിൽ യോഗം, അതും വെറൈറ്റി അടിയന്തര പാരിഷ് കൗൺസിലൊക്കെ വിളിക്കുന്നത്. ഞാൻ ജനുവരി 2024 പാരിഷ് കൗൺസിൽ പോകുന്നത് നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 7-നാണ് ഞാൻ ആ രാജി വീഡിയോ കിട്ടുന്നത്. നിങ്ങൾ കണ്ടു കാണാം, 3 വീഡിയോസ് ഇട്ടത്, കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും അതുകൊണ്ട് ഞാൻ പാരിഷ് കൗൺസിലിൽ പിന്നെ പോയിട്ടില്ല, അന്നും പോയില്ല. ഞായറാഴ്ച രാവിലെ ഞാൻ അന്ന് ഫെബ്രുവരി 25 രാവിലെ കല്യാണത്തിന്, എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഒരു 7:45 ആയപ്പോൾ ശോഭിച്ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ലിജോ സോറി, ഞാൻ പറഞ്ഞ കാര്യം നടക്കില്ല, ചർച്ച മീറ്റിംഗ് ഇല്ല. സിനി ചേച്ചി, ജിജു മണ്ണകത്തും ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല, ലിജോ കല്യാണ ഫംഗ്ഷൻ നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ കുഴപ്പമില്ല, ശരിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല ചേട്ടൻ തിരിച്ചുപോയി. അപ്പോൾ അന്ന് ആ സമയത്ത് പാരിഷ് കൗൺസിലിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ രാഷ്ട്രീയ കളിയായിരുന്നു ഇവരുടെ ഒറ്റ അജണ്ട. കാരണം അന്നേ ദിനം ഫെബ്രുവരി 25 അത് കൊടുക്കുന്നുണ്ട്, ഈ പാരിഷ് അന്വേഷണ കമ്മീഷൻ തട്ടിപ്പ് അന്നാണ് നിലവിൽ വന്നത്. അപ്പോൾ എനിക്കെതിരെ പ്രവർത്തിക്കാനായിരുന്നു ആ ഒരു പാരിഷ് കൗൺസിൽ വിളിച്ചുകൂട്ടിയത്, അടിയന്തര കൗൺസിൽ വിളിച്ചുകൂട്ടിയത്. എന്തായാലും ഞാൻ ജോയിക്കാരൻ ചേട്ടനെ പുറത്താക്കിയ കാര്യം യൂണിറ്റിൽ ചോദിച്ചതിന് വൈരാഗ്യം തീർത്ത കാര്യമാണത്. എന്തായാലും ഇതിനൊക്കെ താളം തരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ അച്ഛനും കൂടെ നിന്നു. എന്തായാലും 2024 മാർച്ച് 2 പിന്നെ ശനിയാഴ്ച ശോഭിച്ചേൻ്റെ വീട്ടിൽ കുടുംബയോഗം നടന്നു. പുതിയ കുടുംബയൂണിറ്റ് ഭാരവാഹികളുടെ ചുമതലയേറ്റു. സെക്രട്ടറിയായിട്ട് രാജിവെച്ച സിനിജി ചേച്ചിയും അന്ന് ചുമതലയേറ്റു. എന്തായാലും ഞങ്ങൾ വീട്ടുകാർ അന്ന് പങ്കെടുത്തില്ല, പോകാറില്ല, ഞങ്ങൾ അന്നും പോയില്ല. സത്യം പറഞ്ഞ ആ ദിവസം കുടുംബയൂണിറ്റ് മീറ്റിംഗ് ഉള്ള കാര്യം മനസ്സിൽ ചുമ്മാ പോലും വന്നില്ല, കാരണം ഞങ്ങൾ പോകാറില്ലല്ലോ. അപ്പം അന്ന് കുടുംബയൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് ശരിക്കും ഓർക്കുന്നത് തന്നെ ഈ മോളി ഷിബി ചേച്ചി അഥവാ മോളി തോമസ് ചേച്ചിയുടെ ഒരു വെറൈറ്റി മെസ്സേജ് വന്നപ്പോഴാണ്. അതും വെളുപ്പിന് 12:51 AM മാർച്ച് 3 വെളുപ്പിനെ വന്നിരിക്കണം. നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് 12:51 AM എൻ്റെ മുമ്പത്തെ മെസ്സേജ് സെലക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ എഴുതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന കുടുംബ യൂണിറ്റിൽ ഞാനടക്കം എല്ലാവരും ഈ മാന്യദേഹത്തെ പ്രതീക്ഷിച്ചു. ചോദിക്കാനും പറയാനുമുള്ള കാര്യങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത, നിലവാരമില്ലാത്ത പോസ്റ്റിട്ട് ലേഡീസിനെ അപമാനിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരോട് എന്തു മനോഭാവമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കൂട്ടായ തീരുമാനമനുസരിച്ച് ഈ ഗ്രൂപ്പ് അഡ്മിനുള്ളിൽ ആക്കുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് തന്നെ വെളുപ്പിനൊരു 7:13 AM ആയപ്പോൾ ഈ മോളി ഷിബു ചേച്ചി, മോളി തോമസ് ചേച്ചി പിന്നെ ഒരു മെസ്സേജ്, ഒരു സിംഹത്തിന്റെ പടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ സിംഹം 2 അടി പുറകോട്ട് വയ്ക്കുന്നത് ഭയന്നിട്ടല്ല, മുന്നോട്ട് കുതിക്കാനാണ്. സോ ഞങ്ങളുടെ സ്ട്രോങ് ആൻഡ് സ്വീറ്റ് ലീഡർ
സിനി ചേച്ചി പൂർവാധികം ശക്തിയോടെ ഈ ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരണം. അതിനപ്പം തന്നെ ഈ മോളി തോമസ് ചേച്ചി സിനി ചേച്ചിയെ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് 9:58 AM ആയപ്പോൾ പ്രസിഡന്റായ ശോഭിച്ചേട്ടൻ, പ്രസിഡന്റായ ശോഭിച്ചേട്ടൻ ഒരു മെസ്സേജ്: നമ്മുടെ ഇടവക യൂണിറ്റ് സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവൂ എന്ന് യൂണിറ്റ് മീറ്റിംഗിൽ ഇന്നലെ എടുത്ത തീരുമാനപ്രകാരം ഇത്തരം പോസ്റ്റുകൾ ഒഴിവാക്കുക. അപ്പൊ അതിന്റെ താഴെ ശോഭിച്ചേട്ടൻ മറുപടിയായിട്ട് ഈ മോളി തോമസ് ചേച്ചി അഥവാ മോളി ഷിബു ചേച്ചി ഇട്ടേക്കണം: നമ്മുടെ യൂണിറ്റിനും ഇടവകയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ് സിനി ജിജു എന്നാണ്. അത് കഴിഞ്ഞ് കുറച്ച് 12:14 PM ബീന സബാസിൻ ചേച്ചി എന്തോ മെസ്സേജ് ഉണ്ട്, അത് എനിക്കറിയാം, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതൊക്കെ, ഈ അംഗമൊക്കെ. എന്തായാലും ഈ മദർ തെരേസ ഗ്രൂപ്പ് അതവിടെ ഗ്രൂപ്പ് പട്ടിനുള്ളിലാക്കി. അതായത് ഇവർക്ക് 4 പേർക്ക് മാത്രം മെസ്സേജ് ആ ഗ്രൂപ്പിൽ അയക്കാൻ പറ്റുള്ളൂ. എനിക്കടക്കം ബാക്കി യൂണിറ്റ് അംഗങ്ങൾക്കൊന്നും റിപ്ലൈയോ മെസ്സേജോ ഒന്നും അയക്കാൻ പറ്റില്ല. അപ്പൊ പ്രിയപ്പെട്ട മോളി ചേച്ചി സത്യത്തിൽ ചെയ്തത് ഒരു ഭീരുത്വം തന്നെയാണെന്ന് പറയാം. കാരണം വെളുപ്പിന് നമ്മളൊക്കെ കിടന്നുറങ്ങണ സമയത്ത് ഗ്രൂപ്പ് പട്ടിനുള്ളിലാക്കി ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഈ ഡയലോഗ് കസരത്തൊക്കെ. അപ്പൊ ഞാൻ പിന്നെ നേരിട്ട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയില്ല. കാരണം ഒരുതരം ടോക്സിക് ആളുകളുടെ കൂട്ടമാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, കാരണം മനസ്സിലാവില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, പിന്നെ എന്ത് കാര്യം. അപ്പൊ പ്രിയപ്പെട്ട സിനി ചേച്ചി, എനിക്ക് പറയാനുള്ളത്, ഈ സത്യത്തിൽ കേസൊക്കെ കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ എനിക്കെതിരെ ഒന്നുമല്ല, ഈ മോളി ചേച്ചിക്കെതിരെ തോന്നുന്നു. കാരണം ചേച്ചിനെ സിംഹം എന്നൊക്കെയാണ് ഈ മോളി ചേച്ചി വിളിച്ചേക്കണത്. ഞാൻ ചേച്ചി സിനി ചേച്ചി ഒരു മനുഷ്യശ്രീയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണത്. എന്തായാലും ഇവിടെ യഥാർത്ഥത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, കാണുന്നവർ തിരിച്ചറിയുക. എന്തായാലും ഇത് കാണുന്നവരോട് ഈ വിഷയം ഇങ്ങനെയായിരുന്നോ ഡീൽ ചെയ്യേണ്ടിയിരുന്നതെന്ന് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെയായിരുന്നു ഡീൽ ചെയ്യേണ്ടത്. കാരണം പ്രിയപ്പെട്ട സിനി ചേച്ചി മദർ തെരേസ യൂണിറ്റിന്റെ ഈ പുതിയ കാലാവധിയിലും സെക്രട്ടറി ആയിട്ട് തുടർന്നു. ആ സ്ഥാനം വഴി, ഈ സെക്രട്ടറി സ്ഥാനം വഴി ഇടവകയിൽ വൈസ് ചെയർപേഴ്സണായി, പാരിഷ് കൗൺസിലിൽ അംഗമായി. എന്തായാലും നല്ല കാര്യം. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഈ മദർ തെരേസ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കി. ഇപ്പോഴും ആ ഗ്രൂപ്പ് അഡ്മിനുള്ളിലാണ്. ജോയ് കേദാരൻ ചേട്ടൻ്റെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ വേറെ അംഗത്തിൻ്റെ മൊബൈൽ നമ്പറോ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. കുർബാന വിഷയങ്ങളൊക്കെ എന്തു ആവട്ടെ, കുടുംബ യൂണിറ്റിലൊക്കെ വരട്ടെ, വരാതിരിക്കട്ടെ. ഞാൻ അന്നത്തെ ആ ചോദ്യം, 1 വർഷത്തിന് മുമ്പ് ചോദിച്ച ചോദ്യം ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നു. ഒരു കുടുംബ യൂണിറ്റിലെ അംഗത്തെ, കുടുംബത്തിലെ അംഗത്തെ അങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഈ ഇടവകയിൽ കുടുംബ യൂണിറ്റ് സിസ്റ്റം എന്നതിന്റെ പ്രസക്തി എന്താണ്? എന്തായാലും ഈ മദർ തെരേസ യൂണിറ്റിൽ നടന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ഇടവകയിൽ തെറ്റായിട്ടാണ് നുണപ്രചരണങ്ങൾ പതിവ് പോലെ പ്രചരിക്കപ്പെട്ടു. ഞാൻ പലരെയും അപമാനിച്ചു എന്ന രീതിയിലാണ് വളച്ചൊടിച്ചാണ് വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥ സത്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും ഭൂരിപക്ഷത്തിന്റെ നുണക്കഥകൾ ഒറ്റപ്പെട്ട ഒരാളുടെ സത്യത്തിന് മുകളിൽ മറയ്ക്കപ്പെടും. അതാണ് ഈ പള്ളിയുടെ ഒരു ട്രെൻഡ്. എന്തായാലും സത്യത്തിന് നീതിക്കൊന്നും ഈ പള്ളിയിൽ ഒരു സ്ഥാനമില്ല. മദർ തെരേസ കുടുംബ യൂണിറ്റിൽ ഒരു സ്ഥാനമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അധികാരം ആളുകളിക്കൽ, പള്ളി രാഷ്ട്രീയ കളി, ഇതിനൊക്കെയാണ് ഡിമാൻഡ്.